നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിബു. വെൽക്കം ടു ഓറ കരിയർ ഗൈഡൻസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ട്, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനിത് ഷൂട്ട് ചെയ്യുന്ന ലിവിങ് റൂമിലാണ്. ലിവിങ് റൂമിൻ്റെ അവസ്ഥ കണ്ടാൽ അറിയാലോ. എൻ്റെ 5 വയസ്സായിട്ടുള്ള മകൾ എല്ലാ ചുമരിലും വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ തൽക്കാലം പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു 6 വയസ്സാവുന്ന വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ, ഓറ കരിയർ ഗൈഡൻസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അറിയുന്ന പോലെ ഓറ കരിയർ ഗൈഡൻസ് എന്ന സ്ഥാപനം എഡ്യൂ മൈൽസ്റ്റോൺസിൻ്റെ ചാനൽ പാർട്ട്നേഴ്സാണ്. എഡ്യൂ മൈൽസ്റ്റോൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഓറ കരിയർ ഗൈഡൻസ് ഞങ്ങൾ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. 118ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഓരോ കരിയർ ഗൈഡൻസിൻ്റെ കോളേജസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ആവർത്തന വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഓരോ കരിയർ ഗൈഡൻസിൻ്റെ യൂട്യൂബ് ചാനൽ ഡീറ്റെയിൽസും ഓരോ കരിയർ ഗൈഡൻസിൻ്റെ വെബ്സൈറ്റും ഓരോ കരിയർ ഗൈഡൻസിൻ്റെ ഇമെയിൽ ഐ ഡിയും ഞാൻ ഈ വീഡിയോടൊപ്പം നൽകുന്നുണ്ട്. അതിനു പുറമെ ഷിബുവിൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പറും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കോളേജുകളെക്കുറിച്ചും വിദേശത്തും സ്വദേശത്തും ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളെക്കുറിച്ചും എഡ്യൂക്കേഷൻ റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഷിബുവിനെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഇമെയിൽ ഐ ഡി വഴിയോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പർ മുഖേനയോ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതുമാത്രമല്ല, നമ്മുടെ കൊച്ചിയിൽ, എറണാകുളത്ത് ധാരാളം ടൈഡപ്പ് കോളേജസ് ഉണ്ട്. വിദേശത്ത് 1500ഓളം ഞങ്ങൾക്ക് ടൈഡപ്പ് കോളേജസ് ഉണ്ട്. ഇന്ത്യയിൽ ഉടനീളം 1000 ടൈഡപ്പ് കോളേജസ് ഉണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് മൊബൈലിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നൽകുന്നതാണ്. അതേപോലെ തന്നെ കോഴ്സുകളെക്കുറിച്ച് 3 ലക്ഷത്തിനടുത്ത് കോഴ്സുകളുണ്ട്. വിദേശത്തും സ്വദേശത്തുമായിട്ട് ഓൺലൈൻ കോഴ്സുകളും ഉണ്ട്, ഓഫ്ലൈൻ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഓറ കരിയർ ഗൈഡൻസിനെയും എഡ്യൂ മൈൽസ്റ്റോൺസിനെയും കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കുറേ കാലം ഞാൻ അമേരിക്കൻ ഇഡിയംസ്, ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ, ഇൻഫോർമൽ ഇഡിയംസ് ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയ പോലെ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 5 Pകളെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ, പ്രയർ, പ്രാർത്ഥന. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് സന്ധ്യാ സമയങ്ങളിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥന നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ പലരും ചെയ്തു പോന്നിരുന്നതാണ്. നമ്മൾ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മാറി ഒരു ന്യൂക്ലിയർ ഫാമിലി ആയപ്പോൾ അത്തരം ആചാരങ്ങളും അത്തരം പ്രാക്ടീസസും നമ്മുടെ ഇടയിൽ നിന്ന് പോയി. ഇപ്പോഴും ചില വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഫസ്റ്റ് P സ്റ്റാൻഡ്സ് ഫോർ പ്രയർ. അടുത്ത P വന്നിട്ട് പോസിറ്റിവിറ്റി. ഏത് കാര്യവും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. ഈ നെഗറ്റീവ് തോട്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. നമുക്ക് സക്സസ്സിനും അത് വളരെയധികം ഉപകാരപ്പെടും. അടുത്ത P വന്നിട്ട് ഈ പോസിറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ മെയിനായിട്ട് വേണ്ടത് ഒരു പീസാണ്. നമുക്ക് വേണ്ടത് ഒരു പീസ്ഫുൾ മൈൻഡാണ്. ഈ പീസ്ഫുൾ മൈൻഡ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ, യോഗ, അതിലൂടെയാണ് നമുക്കൊരു പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവുള്ളൂ. ഒരു പീസ്ഫുൾ മൈൻഡിൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് എപ്പോഴും ഇരിക്കാനും എല്ലാം ഈ പീസ്ഫുൾ മൈൻഡ് വളരെ അധികം ഹെൽപ്ഫുള്ളാണ്. പീസാണ് അടുത്ത P, മൂന്നാമത് കാണുന്ന P, പീസ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്ക് ഈ പീസ് കൈവരിക്കാൻ പറ്റും. അപ്പോൾ ഒരു ശാന്തമായിട്ടുള്ള മനസ്സിൽ നമുക്ക് പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവുള്ളൂ. വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ വി നീഡ് ടു ഹാവ് എ പീസ്ഫുൾ മൈൻഡ്. അടുത്ത ഇത് ഒരു സംഭവമാണ് നമുക്ക് വേണ്ട 4ാമത്തെ ഒരു ക്വാളിറ്റിയാണ് പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരു ടാസ്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് കുറച്ച് സമയമെടുക്കും. സക്സസ് അത്ര വേഗം നമുക്ക് കയ്യിലെത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിന് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. ആ റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാതെ വി ഷുഡ് കീപ്പ് ഓൺ ഡൂയിങ് അവർ വർക്ക് ആൻഡ് യു ഷുഡ് ഹാവ് ദ പേഷ്യൻസ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കൊന്നും, ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് വി ഷുഡ് ഹാവ് പേഷ്യൻസ്. ആൻഡ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പി ആണ് നമുക്ക് പ്രയോറിറ്റൈസേഷൻ. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യണം. നമ്മൾ ഒരു ദിവസം എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ചിട്ട് ഫസ്റ്റ് തിങ്സ് ഗോ ഫസ്റ്റ്. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. സെക്കൻഡറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട എല്ലാ ജോലികളും 1 മുതൽ 5 വരെയോ അല്ലെങ്കിൽ 1 മുതൽ 10 വരെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കാൻ. അപ്പോൾ ഞാൻ ഈ 5 Pകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളായിട്ട് സംസാരിച്ച്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ, നാളെയല്ല എക്സാക്ട്ലി നാളെ ആയിരിക്കില്ല, ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.